ഹലോ നമസ്തേ. ഇന്നെൻ്റെ മോള് വൈജയന്തി മാലേൻ്റെ ചോറൂണ് ദിവസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോക്കാണ്. എൻ്റെ മോളിത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അമ്പലത്തിൽ പോകുന്നതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുള്ള ആൾക്കാരെയും ഒക്കെ നോക്കി. ഇതാണ് നമ്മളെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെയാണിത്. എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ ടോക്കൺ നമ്പർ എത്തി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും മോളും കൂടി അവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചടങ്ങ് നടക്കാറ്. നല്ല തിരക്കായിരുന്നു അന്ന്. സൺഡേ ആയതുകൊണ്ട് തന്നെ പല്ലി ചലിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മുടെ ടോക്കൺ 150 സംതിങ് ആയിരുന്നു തോന്നുന്നു. ശരിക്കും ഓർമ്മയില്ല. ഇത് നടക്കുന്നത് സംഭവം ജൂലൈ 5-നാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. കാരണം അറിയാമല്ലോ, ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ വിചാരിച്ച പോലെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഇതാ ഇവിടെ പായസം കൊടുക്കുന്നുണ്ട്. ഇവിടെ മലബാർ ഏരിയയിൽ പറശ്ശിനിക്കടവ് ഒരു ഫേമസ് ചോറൂണ് നടത്തുന്ന ക്ഷേത്രമാണ്. അപ്പം പായസമാണ് ഇവിടെ കൊടുക്കാറ്. അങ്ങനെ നമ്മുടെ കൂടെ വന്ന ബന്ധുക്കളൊക്കെ മോൾക്ക് പായസം കൊടുക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അനിയത്തിയ, പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ, എല്ലാവരും മോൾക്ക് കൊടുക്കുന്നു. ഇതൊരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് എല്ലാവരും കൊടുക്കുക. ഇതെൻ്റെ ആപ്പനാണ്. മോളെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. ഉറക്കച്ചടവുണ്ട് അവൾക്ക്. നല്ല വാശിയായിരുന്നു അന്ന്. കാരണം ഉറക്കമൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഹസ്ബൻഡ് അനിയത്തിൻ്റെ അമ്മയാണ്, ഹസ്ബൻഡ് അമ്മ. പിന്നെ ഇത് അവരുടെ അച്ഛൻ, പിന്നെ എൻ്റെ അമ്മ, ഇത് ഹസ്ബൻഡ് അനിയത്തിൻ്റെ ഹസ്ബൻഡ്, അവരുടെ അനിയൻ, അങ്ങനെയൊക്കെ. അവൾ ഭയങ്കര വാശിയിലുള്ളത്. ഇതെൻ്റെ വല്യമ്മ. നല്ല വാശിയായിരുന്നു ചോറൂണ് നടത്തുന്ന സമയത്തൊക്കെ. ഇതെൻ്റെ അനിയത്തി. അങ്ങനെ പിന്നെ നമ്മളത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. കയറുന്നതിന് മുമ്പ് അവിടുത്തെ പുഴയിൽ നിന്ന് കാല് കഴുകണം. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കാം. കാല് കഴുകിയിട്ടാണ് ഉള്ളിൽ കയറേണ്ടത്. അപ്പോൾ നമ്മൾ മോളെയും കൂട്ടി കാല് കഴുകാൻ കഴിഞ്ഞിട്ട് പിന്നെ മോളെയും കൂട്ടി പോവുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇത് മാത്രമല്ല, ഇത് തുലാഭാരം കൂടി നേർന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നമ്മൾ തൊഴുതിട്ട് തുലാഭാരം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാവരുടെയും കൂടി ചിരിയും കളിയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ തുലാഭാരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ടൈമായി. തുലാഭാരത്തിൻ്റെ നമ്മൾ തട്ടിലവളൊക്കെ കിടത്തി. ഭയങ്കര കുറുമ്പാണ്. കിടത്തുമ്പോഴേക്കും അവൾ തിരിയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ തുലാഭാരം തൂക്കി. പഴത്തോണ്ടാണ് കേട്ടോ. നമുക്ക് തുലാഭാരം എങ്ങനെ വേണമെങ്കിലും നേർച്ച വെക്കാം. ഏതൊരു സാധനത്തിന് വേണമെങ്കിലും നമ്മൾ തുലാഭാരം നേർച്ച വെക്കാം. ഞാൻ പഴത്തോണ്ടാണ് വെച്ചത്. അപ്പോൾ അവളെ അങ്ങനെ തുലാഭാരത്തട്ടിൽ കിടത്തി പഴം കൊണ്ട് തൂക്കി. അങ്ങനെ അതും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. ഈ 2 നേർച്ചയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് മോൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായത്. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറൂണ് ഇവിടുന്ന് നടത്താമെന്നിങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിക്ക് ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇതിൽ അമ്പലത്തിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കണ്ടോ, ഈ പഴം വെച്ചിട്ടാണ് തൂക്കിയത്. ഇവിടെ ഇങ്ങനെയാണ്. നല്ല നീറ്റ് സിസ്റ്റം കേട്ടോ ഇവിടുത്തെ. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് പോയി. അമ്പലത്തിൻ്റെ നടയിൽ തൊഴുതിട്ട് അങ്ങനെ പിന്നെ തിരിച്ചിവിടത്തേക്ക് വന്ന് എല്ലാവരും കുട്ടീനെ കളിപ്പിക്കുന്നു. പിന്നെ നമ്മൾ
അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അവിടെ അടുത്തുള്ള ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്ത് കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ എത്തി. അവിടുന്ന് ഇപ്പം എല്ലാവരും കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവളാണ് അവിടുത്തെ മെയിൻ ആൾ. എല്ലാവർക്കും അവളെ മതി. അപ്പോൾ ഇതെൻ്റെ ചെറിയാപ്പൻ, കുഞ്ഞാപ്പൻ, എൻ്റെ അനിയത്തി, അവരൊക്കെ ഇവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ഇതെൻ്റെ വിജു അപ്പൻ, അത് രണ്ടാമത്തെ അപ്പൻ. 3 അപ്പന്മാരുണ്ട് എനിക്ക്, 2 അപ്പന്മാർ. പിന്നെ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്ത്. ഇന്ന് എല്ലാവരും തന്ന ഗിഫ്റ്റ് കണ്ടോ നിങ്ങൾ? ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയി. 3 ഫാമിലി വിളിച്ച് 3 ആളും തന്ന ഗിഫ്റ്റ് ഒരുപോലത്തെ പൂച്ചകൾ. അവളതെല്ലാം കണ്ട് അതിനിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്ന. എല്ലാവരും ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. ഇതിലും എന്താ പറയുക, കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ഈ വീഡിയോയിലില്ലാത്തതും ഇതിലുണ്ട്. അപ്പം അതും ഇൻക്ലൂഡ് ചെയ്യാൻ ഇത് ഞാൻ എക്സ്ട്രാ വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്തതാണ്. അവൾ കൊണ്ട് പോകുന്നത്, അവളിങ്ങനെ ഓരോരാളുടെ കയ്യിൽ അങ്ങനെ ഇതായിക്കൊണ്ട്, എൻ്റെ അമ്മ, ഹസ്ബൻഡ്, അനിയത്തി, എല്ലാവരുടെയും കുറച്ച് വീഡിയോസൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. ഉണ്ട്. മൂപ്പർക്ക് വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഇത് പിന്നെ കുറച്ചൊരു സൂം വ്യൂ, ചോറ് കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു സൂം വ്യൂ. പിന്നെ 2 പേരുടെയും നടുക്കിരുന്ന് പോകുന്നത് കണ്ടോ നമ്മുടെ രാജകുമാരി. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആസ്വദിച്ചിരുന്ന് പോവുക. പിന്നെ എൻ്റെ അനിയത്തി ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നത്, പിന്നെ എൻ്റെ ഓരോരോ ഗോഷ്ഠികൾ. പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ, അതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ കുറേയൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്നാലും ഒരു ലോങ് വീഡിയോ ചെയ്യുക, ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അന്നിട്ട് ഷോർട്സും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത്ര വേഗം കുട്ടികളൊക്കെ വലുതാവുന്നതല്ലേ. അയ്യോ, പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ പോയത് ഓർമ്മയുണ്ട്. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് കുട്ടികൾ 6 മാസമായി. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അവൾക്ക് ഏകദേശം 7 മാസം ഫുള്ളാവാനായിട്ടുണ്ട്. എത്ര വേഗം ദിവസങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത്. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് കുട്ടികൾ വലുതാവുമല്ലേ. പക്ഷേ ചെറിയൊരു സങ്കടം, ഓരോ മൈൽ സ്റ്റോണും അവിടെ അച്ചീവ് ചെയ്യുമ്പോൾ സന്തോഷമാണ്. പക്ഷേ കൂട്ടത്തിലൊരു സങ്കടം, ചെറിയ കുട്ടി ഉണ്ടായിരുന്നത് വലിയ കുട്ടിയാവാന്നുള്ള. പക്ഷെ എന്താ, അങ്ങനെ ആയാലേ പറ്റുമല്ലേ.